എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ബേജ് ആണ്. നല്ല ടേസ്റ്റുള്ള ഒരു സ്ട്രീറ്റ് ഫുഡാണിത്. വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ഫുഡാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിൽ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതിലേക്ക് ഇട്ടെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി കട്ട് ചെയ്തിട്ട് ചട്ടിയിലേക്ക് ഇട്ടെടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. അപ്പോൾ ഇതേപോലെ ബ്രൗൺ കളറായി വരുവോളം ഉള്ളി നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളി കരിഞ്ഞു പോകാൻ പാടില്ല. അത് കരിഞ്ഞു പോയാൽ വേറെ ടേസ്റ്റായിട്ട് വരും. അപ്പോൾ കളറ് മാറി വരുമ്പോൾ തന്നെ നമുക്കൊന്ന് കോരി മാറ്റാം. ഇനി ഈ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ ഞാൻ 8 അല്ലിയോളം വെളുത്തുള്ളി ഇട്ടെടുക്കുന്നുണ്ട്. അതേപോലെ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഉള്ളിയും കളറ് മാറി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് വറ്റൽമുളകാണ് ഇട്ടെടുക്കുന്നത്. അപ്പോൾ ഞാൻ അത്യാവശ്യം എരിവുള്ള വറ്റൽമുളക് 4 എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇട്ടെടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എരിവില്ലാത്ത മുളകാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 6 എടുക്കാം. ഇത് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ കോരി മാറ്റിയിട്ടുള്ള വെളുത്തുള്ളിയും വറ്റൽമുളകും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയിലേക്ക് ഇതിട്ടെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൈകൊണ്ട് തന്നെ തിരുമ്മിയിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂട്ടത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂട്ടിയിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പുളിവെള്ളമാണ്. അപ്പോൾ അധികം പുളിയില്ലാത്ത രീതിയിൽ കുറച്ച് പുളിവെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തെടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഓരോ മുട്ട എടുത്തിട്ട് ഇതേപോലെ നടുക കീറി കൊടുക്കാം. 2 കഷ്ണമാക്കി എടുക്കണ്ട, പകുതിയോളം ഇങ്ങനെ കീറി കൊടുത്താൽ മതി. ഇതിലേക്ക് ആ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. എത്രത്തോളം നിറക്കാൻ പറ്റുക അത്രത്തോളം നിറച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചെറുനാരങ്ങ നീരാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ചെറുനാരങ്ങ നീര് മാത്രം ഒഴിച്ചെടുത്താൽ മതി. കൂടുതലായാൽ അധികം പുളിപ്പായിരിക്കും. അപ്പോൾ കുറച്ച് ചെറുനാരങ്ങ നീര് മാത്രം ഒഴിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുളിയുടെ വെള്ളം കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് ബാജ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ അടുത്ത മുട്ടയും കൂടി ചെയ്തെടുക്കാം. ഫില്ലിങ് നിറച്ച് കൊടുക്കാം.
ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് പുളിവെള്ളം കൂടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ളൊരു സ്ട്രീറ്റ് ഫുഡാണിത്. വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്